ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സദ്യയിലൊക്കെ കിട്ടുന്നത് പോലുള്ള അടിപൊളി ഒരു സാമ്പാറാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് കഴുകി വെള്ളം വാർത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് ആ പരിപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് അടച്ച് 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ 3 വിസിൽ വന്നു. ഇനി അതിൻ്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പഴംപുളി എടുത്ത് 1/4 കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. പിന്നെ ഞാനിവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം മൂടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മത്തങ്ങ, പച്ചമുളക് 3 എണ്ണം, ഒരു ചെറിയ കായ, ഒരു ഉരുളൻകിഴങ്ങ്, 2 ക്യാരറ്റ്, 3 വലിയ നീളത്തിലുള്ള പയർ, പിന്നെ ഒരു ചെറിയ പീസ് കുമ്പളങ്ങ, 4 ബീൻസ്, പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ പച്ചക്കറിയുടെ ഒപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് നമ്മുടെ ആ ഒരു പച്ചക്കറി കിടക്കുന്നതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു വിസിൽ വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 5 വെണ്ടക്കായ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ചെറുതായി ഒന്ന് മൂത്ത് വരേ വേണ്ടൂ. അങ്ങനെ നമ്മൾ വെണ്ടക്കായ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മുരിങ്ങക്കായും തക്കാളിയും ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഈ 3 സംഭവങ്ങളും മൂപ്പിച്ചെടുത്ത് നമ്മൾ സാമ്പാറിലോട്ട് ചേർത്ത് കഴിയുമ്പോൾ അതൊന്നും ഉടഞ്ഞു പോവാതെ നല്ല രസമായിട്ട് നമുക്ക് സാമ്പാറിൽ കിടക്കും കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മൂപ്പിച്ചിട്ട് നമ്മൾ സാമ്പാറിൽ ചേർത്ത് കൊടുക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ ആദ്യം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പഴംപൊളി കൈവച്ച് നന്നായി തിരുമ്പി പിഴിഞ്ഞെടുക്കണം. നന്നായി പിഴിഞ്ഞെടുത്ത് ആ പീര നമുക്ക് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ പുളിവെള്ളവും റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒരു വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രഷർ ഫുള്ള് പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പ്രഷർ കളയുക. പ്രഷർ കളഞ്ഞതിന് ശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതൊരു പരന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കാണാൻ എളുപ്പത്തിനാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായും മുരിങ്ങക്കായും തക്കാളിയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പഴംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളവും കൂടി പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ പുളിവെള്ളമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നന്നായി തിളച്ച് വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കായത്തിൻ്റെ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നേരെ നമുക്ക് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എന്താ, ഡബിൾ ഹോഴ്സിൻ്റെ സാമ്പാർ പൗഡറാണ്. അപ്പോൾ ആ സാമ്പാർ പൗഡറിൽ നിന്നും 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ നമുക്ക് ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ തന്നെ എല്ലാ ചേരുവകയും ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സാമ്പാർ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അത് നന്നായിട്ട് സാമ്പാർ പൊടി ചേർത്തതിന് ശേഷവും നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് കട്ടിയുള്ള നമുക്ക് സദ്യയിലൊക്കെ കിട്ടുന്നത് പോലുള്ള സാമ്പാർ നമുക്ക് കിട്ടുക. നല്ല രസമാണ് കേട്ടോ ഈ ഒരു സാമ്പാർ കഴിക്കാനായിട്ട്. നമുക്ക് ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാമ്പാറിൽ മുളക് പൊടി കൂടി അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി കൂടി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഈ ഒരു പൗഡർ സാമ്പാർ പൗഡർ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് മറ്റൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കി 1 ടീസ്പൂൺ കടുകിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തീ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ആ പാനൊക്കെ നന്നായി ചൂടായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക്
2 തണ്ട് കറിവേപ്പിലയും അതുപോലെ 3 വറ്റൽ മുളകും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഡബിൾ ഹോഴ്സിൻ്റെ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഓൾറെഡി ആ പാൻ ചൂടായതുകൊണ്ട് ആ ചൂടിലിരുന്ന് അതൊന്നുകൂടി ഒന്ന് മൂത്ത് വരും. ചെറുതായി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ താളിപ്പ് നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക്